പുതിയ കാലം പുതിയ ശൈലി. ഓപ്പണിംഗിൽ കരുതലോടെ തുടങ്ങി മധ്യ ഓവറുകളിൽ വിക്കറ്റ് സംരക്ഷിച്ച് ഡെത്ത് ഓവറുകളിൽ ആഞ്ഞടിക്കുകയെന്ന T20 ക്രിക്കറ്റിലെ പരമ്പരാഗത രീതിയൊക്കെ ടീമുകൾ കൈവിട്ടിട്ട് കാലം കുറച്ചായി. ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു തുടങ്ങുക, പവർ പ്ലേ ഓവറുകളിൽ മാക്സിമം റൺസ് സ്കോർ ബോർഡിൽ ചേർക്കുക. മോഡേൺ ഡേ T20യിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 200 റൺസ് പോലും സുരക്ഷിത സ്കോറല്ലാതെയായി മാറിയ കുട്ടി ക്രിക്കറ്റിൽ എതിർ ബൗളർമാരെ ബഹുമാനിച്ച് പതിയെ കളം പിടിക്കാനുള്ള സമയമൊന്നുമില്ല. പുതിയ മാറ്റത്തിൻ്റെ പതാകവാഹകരാകുന്നത് ഓരോ ടീമിൻ്റെയും ഓപ്പണിംഗ് ജോഡികളാണ്. തുടക്കം മിന്നിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്നതാണ് ഓരോ ടീമുകളുടെയും ആപ്തവാക്യം. മറ്റൊരു T20 ലോകകപ്പിന് അരങ്ങുണരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രധാന ടീമുകളുടെ ഓപ്പണിംഗ് കോംബോ ആരെല്ലാമാണ് പരിശോധിക്കാം. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ സഖ്യം മടങ്ങിയെത്തുന്നുവെന്ന പ്രത്യേകതയാണ് T20 ലോകകപ്പിനുള്ളത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ശുഭ്മാൻ ഗില്ലിനെ പുറത്തിടാൻ തീരുമാനമായതോടെയാണ് ഇന്ത്യൻ ടീമിൽ സഞ്ജു അബി കൂട്ടുകെട്ടിന് അവസരമൊരുങ്ങിയത്. ഓപ്പണിംഗ് റോളിൽ ഇറങ്ങി 3 സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. ഒരു കലണ്ടർ വർഷം കൂടുതൽ സെഞ്ചുറി കുറിച്ചും ബാക്ക് ടു ബാക്ക് സെഞ്ചുറി നേടിയും മലയാളി താരം ചരിത്രത്തിലേക്ക് നടന്നു കയറി. എന്നാൽ ശുഭ്മാൻ ഗില്ലിൻ്റെ വരവോടെ സ്ഥാനം നഷ്ടമായ 31കാരന് വീണുകിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ന്യൂസിലാൻഡ് പരമ്പര. എല്ലാം വീണ്ടെടുക്കാനുള്ള സമയം. മറുവശത്ത് അഭിഷേകിന് ആശങ്കയൊന്നുമില്ല. ഫിയർലെസ് അപ്രോച്ചിലൂടെ സമീപകാലത്ത് വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അഭിഷേക് ശർമ്മ. നിലവിൽ T20 ലോക നമ്പർ 1 താരമായ അഭിഷേക് 2024 T20 ലോകകപ്പിന് ശേഷം ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ്. ഈ കാലയളവിൽ 40 ഇന്നിംഗ്സുകളിൽ നിന്നായി 1602 റൺസാണ് 25കാരന് സമ്പാദ്യം. 3 സെഞ്ചുറികളും 9 50യും സ്വന്തമാക്കി. ഒരു കലണ്ടർ വർഷം കൂടുതൽ റൺസ് എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് 13 റൺസ് അകലെയാണ് 2025 അഭിഷേകിന് നഷ്ടമായത്. T20യിൽ 297, 283 തുടങ്ങിയ ഉയർന്ന 2 ടീം ടോട്ടൽ ഇന്ത്യ പടുത്തുയർത്തുമ്പോൾ ഓപ്പണിംഗിൽ ഇരുവരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഗിൽ എത്തിയതോടെ ഓപ്പണിംഗിൽ നഷ്ടമായ താളം വീണ്ടെടുക്കുകയാണ് സഞ്ജുവിൻ്റെയും അഭിഷേകിൻ്റെയും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന T20യിൽ 231 റൺസിൻ്റെ കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ഓപ്പണിംഗിൽ ഇരുവരും ചേർന്ന് മികച്ച സ്റ്റാർട്ടാണ് നൽകിയിരുന്നത്. വരാനിരിക്കുന്ന കിവീസിനെതിരായ പരമ്പരയിലും ഈ ലെഫ്റ്റ് റൈറ്റ് സഖ്യത്തിൻ്റെ ഫിയർലെസ് ബാറ്റിംഗ് ആണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ സ്ട്രോങ് ഓപ്പണിംഗ് ബാറ്റിംഗ് നിരയിലുള്ള ടീം ഓസ്ട്രേലിയ തന്നെയാണ്. മിച്ചൽ മാർഷ് ആൻഡ് ട്രാവിസ് ഹെഡ്. ഓപ്പണിംഗ് റോളിൽ സമീപകാലത്തായി ഈ ഡെഡ്ലി കോംബോയാണ് T20യിൽ ഓസീസ് പരീക്ഷിക്കുന്നത്. ആഷസിൽ പ്ലെയർ ഓഫ് ദി പുരസ്കാരമടക്കം നേടി തകർപ്പൻ ഫോമിലാണ് ട്രാവിസ് ഹെഡ്. 3 ഫോർമാറ്റിലും ഒരേ ഇൻഡന്റിൽ ബാറ്റ് വീശുന്ന ഹെഡിന് ഇന്ത്യൻ പിച്ചിൽ മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത്. സ്പിൻ പേസ് ബോളിങ്ങിനെ ഒരുപോലെ നേരിടാനാകുമെന്നത് ഇന്ത്യൻ കണ്ടീഷനിൽ മാർഷിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. വാർണർ വിരമിച്ച ശേഷം ഓസീസ് പല ഓപ്പണർമാരെയും മാറി മാറി പരീക്ഷിച്ചെങ്കിലും അതൊന്നും ക്ലിക്കായിരുന്നില്ല. ഇതോടെയാണ് ഹെഡ് മാർഷ് കൂട്ടുകെട്ടിലേക്ക് എത്തിയത്. IPLൽ പോയ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനായി മാർഷ് ടോപ്പ് ഓർഡറിൽ തിളങ്ങിയതും അനുകൂല ഘടകമാണ്. ഫിൽ സോൾട്ട് ആൻഡ് ജോസ് ബട്ട്ലർ, 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ പയറ്റി തെളിഞ്ഞ 2 പേരുമായാണ് ഇംഗ്ലീഷുകാർ T20 ലോകകപ്പിലേക്ക് വരുന്നത്. IPLലടക്കം സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന ഇരുവരും ഓപ്പണിംഗ് റോളിൽ ഉണ്ടാകുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് സാധ്യതകൾക്ക് ചിറകുമുളക്കുമെന്ന കാര്യം തീർച്ചയാണ്. അവസാനം കളിച്ച ന്യൂസിലൻഡിനെതിരായ T20യിൽ ഫിൽ സോൾട്ടിൻ്റെ ബാറ്റിംഗ് കരുത്തിൽ 236 റൺസാണ് 3 ലൈൻ സ്കോർ ബോർഡിൽ ചേർത്തത്. 56 പന്തിൽ 11 ഫോറും 1 സിക്സറും സഹിതം 85 റൺസുമായി ഇംഗ്ലണ്ടിൻ്റെ വിജയശില്പിയായി മാറിയത് സോൾട്ടായിരുന്നു. ദീർഘകാലമായി T20യിൽ സ്ഥിരതയോടെ കളിക്കുന്ന ബട്ട്ലർ 132 ഇന്നിംഗ്സുകളിൽ നിന്നായി ഇതിനകം 3869 റൺസാണ് നേടിയത്. 1 സെഞ്ചുറിയും 28 അർദ്ധ സെഞ്ചുറിയുമാണ് നേട്ടം. നിലവിൽ SA T20യിൽ ഡർബൻ സൂപ്പർ ജയൻസിനായി കളിച്ചു വരികയാണ് ബട്ട്ലർ. ബാക്കപ്പ് ആകാൻ ബെൻ ഡക്കറ്റുമുണ്ട്. ഓപ്പണിംഗ് സ്ഥാനത്തേക്കുള്ള കിൻഡൻ ഡിക്കോക്കിൻ്റെ മടങ്ങിവരവാണ് ദക്ഷിണാഫ്രിക്കയുടെ T20 ലോകകപ്പ് സ്ക്വാഡിലെ ഹൈലൈറ്റ്. ഇന്ത്യക്കെതിരായ അവസാന T20യിലെ മികച്ച പ്രകടനവും താരത്തിന് സ്ഥാനമുറപ്പിക്കാൻ സഹായകരമായി. ഡീകോക്കിനൊപ്പം ക്യാപ്റ്റൻ എയ്ഡൻ മാക്രമായിരിക്കും ഓപ്പണിംഗ് റോളിൽ ഉണ്ടാകുക. മോശം ഫോമിനെ തുടർന്ന് റയാൻ റിക്കിൾട്ടനെയും റീസ ഹെൻഡ്രിക്സിനെയും സ്ക്വാഡിലേക്ക് പരിഗണിച്ചിരുന്നില്ല. IPLൽ ലക്നൗ സൂപ്പർ ജയൻസിനായി ഓപ്പണിംഗ് റോളിൽ കളിക്കുന്ന മാർക്കം മികച്ച ഫോമിലാണുള്ളത്. IPLലടക്കം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഡീകോക്ക് വിരമിക്കൽ പിൻവലിച്ചുള്ള മടങ്ങിവരവിൽ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് കളത്തിൽ നിറയുന്നത്. ഡീകോക്ക് ഇന്ത്യൻ പിച്ചുകൾ നന്നായി അറിയുന്നയാൾ തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ അവസാനം കളിച്ച T20യിൽ ഓപ്പണിംഗിൽ ടിം റോബിൻസൺ, ഡെവോൺ കോൺവേ സഖ്യത്തെയാണ് ന്യൂസിലാൻഡ് പരീക്ഷിച്ചത്. യുവതാരം റോബിൻസണൊപ്പം T20 എക്സ്പീരിയൻസ് ഉള്ള കോൺവേ ചേർന്നുള്ള കൂട്ടുകെട്ട് പരമ്പരയിൽ ഭേദപ്പെട്ട രീതിയിൽ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ T20 ലോകകപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തപ്പോൾ റോബിൻസന് ഇടം ലഭിച്ചില്ല. ഇതോടെ പകരം ടിം സെഫേർട്ട് ഈ റോളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ 31കാരനായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സിഫട്ടിനെ മിനി ഓപ്ഷനിൽ KKR 1.5 കോടിക്ക് കൂടെ ചേർത്തിരുന്നു. ഫിൻ അല്ലാണ് ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിച്ചേക്കാവുന്ന മറ്റൊരു താരം. പോയ വർഷം മേജർ ലീഗ് ക്രിക്കറ്റിൽ 51 പന്തിൽ 181 റൺസ് എടുത്ത് വിസ്ഫോടന ബാറ്റിംഗിലൂടെ ഫിൻ അലൻ ഞെട്ടിച്ചിരുന്നു. ഒരു ഇന്നിംഗ്സിൽ 19 സിക്സർ പറത്തിയും 26കാരൻ ക്രിക്കറ്റ് ലോകത്തെ അന്ന് അമ്പരപ്പിച്ചിരുന്നു. 2 തവണ T20 കിരീടമുയർത്തിയ വെസ്റ്റ് ഇൻഡീസും വലിയ പ്രതീക്ഷയിലാണ്.
ബ്രണ്ടൻ കിങ്ങിനൊപ്പം ഡൊമസ്റ്റിക്കിൽ മികച്ച പെർഫോമൻസ് നടത്തിയ അലിക് അദ്നാസിയാണ് ഓപ്പണിംഗ് റോളിലെത്തുക. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരെ T20യിൽ നിന്ന് മാറ്റി നിർത്തിയതോടെ അടുത്ത കാലത്തായി സാഹിബ്ജാദ ഫറാൻ, സൈം അയൂബ് സഖ്യത്തെയാണ് പാകിസ്ഥാൻ പരീക്ഷിക്കുന്നത്. എന്നാൽ ബാബർ മടങ്ങി വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് കണ്ടറിയണം. ലങ്കൻ നിരയിൽ പത്തും നിസാങ്ക, കാമിൽ മിഷാറ കൂട്ടുകെട്ടാണ് പോയ പരമ്പരയിലെല്ലാം ഇറങ്ങിയത്. ബംഗ്ലാദേശിൽ സെയ്ഫ് ഹസൻ, തൻസീദ് ഹസൻ സഖ്യവും അഫ്ഗാനിൽ റഹ്മത്തുള്ള ഗുർബാസ്, ഇബ്രാഹിം സദ്രാൻ ഓപ്പണിംഗ് ജോഡിയുമാകും കിരീട പോരാട്ടത്തിനായി ഇറങ്ങുക.